വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. 16 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രമുഖരുടെ പേരുകൾ അടങ്ങിയ പട്ടികയാണ് പാർട്ടി പുറത്തുവിട്ടത്. മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് കൗൺസിലറായ അരിഭ ഖാനും മുൻ കേന്ദ്രമന്ത്രി കൃഷ്ണ തിരാത്തും AAP വിട്ട് കോൺഗ്രസിൽ ചേർന്ന ധരംപാൽ ലക്രയുമാണ് ഇതിൽ പേര് വന്നിരിക്കുന്ന പ്രമുഖർ. ഇതോടെ 70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 63 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പട്ടേൽ നഗറിൽ നിന്നാണ് പാർട്ടി കൃഷ്ണ തിരാരിനെ മത്സരിപ്പിക്കുന്നത്. മുൻ ഡൽഹി MLA എന്നതിനു പുറമെ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള കോൺഗ്രസ് MP ആയും കേന്ദ്രമന്ത്രിയായും തിരാത്ത് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന ശേഷം 2019 വീണ്ടും കോൺഗ്രസിൽ ചേരുകയും 2020 ഡൽഹി തിരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. മുൻ MLA ആസിഫ് മുഹമ്മദ് ഖാന്റെ മകളും കോൺഗ്രസ് കൗൺസിലറുമായ അരിഭ ഖാൻ ഓഖ്ലയിൽ മത്സരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത്. കിരാരിയിൽ നിന്ന് കൗൺസിലർ രാജേഷ് കുമാർ ഗുപ്ത മത്സരിക്കും. 2 തവണ മുൻ കോൺഗ്രസ് MLA ആയ ഭീഷം ശർമ്മ ഗോണ്ടയിൽ നിന്നും മുൻ കോൺഗ്രസ് MLA കുൻവർ കരൺ സിംഗ് മോഡൽ ടൗണിൽ നിന്നും ജനവിധി തേടും. അതേസമയം ഇക്കുറി പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി കോൺഗ്രസ് പാർട്ടി ഡൽഹിയിലെ പ്രധാന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാതെ വൈകിയിരുന്ന പാർട്ടിയാണ് ഇത്തവണ എക്സ്പ്രസ് വേഗതയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഡൽഹി തിരിച്ചുപിടിക്കാനുള്ള തങ്ങളുടെ ശ്രമം വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ ഗംഭീര നീക്കം. കൂടാതെ മറ്റു ചില നിർണായക രീതികൾക്കും അവർ തുടക്കമിട്ടിരുന്നു. അടുത്ത കാലത്തായി ശക്തരായ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ പല കോൺഗ്രസ് നേതാക്കളും മടി കാണിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിൽ ഈ ചിത്രം പാടെ മാറ്റിക്കൊണ്ടാണ് പ്രഖ്യാപനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതേസമയം 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. 29 സ്ഥാനാർത്ഥികളുടെ പേരുൾപ്പെടുന്ന പട്ടികയാണ് BJP പുറത്തിറക്കിയത്. രാജ്യതലസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പിൽ ജയം കൊതിച്ച് പ്രമുഖരെ തന്നെയാണ് BJP കളത്തിൽ ഇറക്കിയത്. മുൻ AAP നേതാവായിരുന്ന കപിൽ മിശ്രയെയും ഹരീഷ് ഖുറാനയെയും BJP ഇക്കുറി രംഗത്തിറക്കിയിട്ടുണ്ട്. കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി AAPയുടെ വെല്ലുവിളി മറികടക്കാമെന്നാണ് പാർട്ടി കരുതുന്നത്. 1998 ശേഷം ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് BJP. മാത്രമല്ല കേന്ദ്രം ഭരിക്കുമ്പോഴും തലസ്ഥാനം ഇപ്പോഴും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തത് അവർക്കൊരു ക്ഷീണവുമാണ്. അതിനായി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ മത്സര രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് BJP അവരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ഈ ലിസ്റ്റിൽ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിൽ AAP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മയെയും നിലവിലെ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കൽക്കാജിയിൽ രമേശ് ബിദുരിയെയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഡൽഹിയിൽ ഇതുവരെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് AAP പ്രധാനമായും അവരെ ആക്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരുന്നു. വിവാദ പ്രസ്താവനകളിലൂടെ പേരെടുത്ത രമേശ് ബിദുരിയെയാവും BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുക എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്.